അഭിഷേക് നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം കൊച്ചിയുടെ രാത്രികൾ വീണ്ടും അസ്വസ്ഥമായി തുടങ്ങി. അതായത് മിനിഞ്ഞാന്നാണ് ഏറ്റവും തിരക്കേറിയ സ്ഥലമായ കൊച്ചിയുടെ വൈറ്റില റെയിൽവേ മേൽപ്പാലത്തിന് സമീപം അല്ലെങ്കിൽ അതിൻ്റെ താഴ്വശത്തായിട്ടൊരു സ്ത്രീയുടെ മൃതദേഹം കണ്ടു. കഴിഞ്ഞ ദിവസം പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. അതിൻ്റെ കൗതുകകരമായ കാര്യം, അപ്പുറത്തെ ട്രാക്കിലൂടെ പോയ ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റാണ് ഇതാദ്യമായി കണ്ടത്. എന്താണ് ഇതിൻ്റെ ഒരു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കൊച്ചിയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ഒരു പ്രദേശമാണ് ഈ വൈറ്റില ജംഗ്ഷൻ എന്ന് പറയുന്നത്. കനത്ത ജനത്തിരക്കൊക്കെയുള്ള വാഹനങ്ങളുടെ നീണ്ട നിര ആ പാലം കടന്നു ഒരുപക്ഷെ നീളാറുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തിന് താഴെ അധികം പകൽ ശ്രദ്ധ പോകാറുള്ള ഒരു സ്ഥലത്ത് രാത്രിയോടെ സംഭവിച്ച ഒരു കൊലപാതകം. ഇതിലെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഈ പ്രതിയായിട്ടുള്ള കൊലയാളി മുൻപ് കൊലപാതകം അല്ലെങ്കിൽ ഇങ്ങനത്തെ സമാന രീതിയിലുള്ള കുറ്റകൃത്യം ഒന്നും ചെയ്ത് പരിചയമില്ലാത്ത ഒരാളാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു അശ്രദ്ധയാണ് ഇതൊരു ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് പോലീസിനെ സ്ഥിരീകരിപ്പിച്ചത്. ആ ഒരു സെക്കൻഡിൽ തന്നെ ഇതൊരു ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് തിരിച്ചറിയുന്നു. ഇതിലിരയായ ആളെന്ന് പറയുന്നത് നമ്മുടെ കോട്ടയം ചിങ്ങവനം സ്വദേശിനിയായിട്ടുള്ള സുധാ ബേബി. 46 വയസ്സാണ് ഇവർക്കുള്ളത്. ഇതിലെ പ്രതി ഈ വൈറ്റിലേക്കടുത്ത് പൊന്നുരുന്നി സ്വദേശിയായിട്ടുള്ള ഷാജി. ഈ ഷാജി എറണാകുളത്ത് കേരള ഹൈക്കോടതിയിലെ ഒരു മുൻ ജീവനക്കാരനാണ്. ഇദ്ദേഹം വിരമിച്ചതിന് ശേഷം കുടുംബജീവിതം നയിക്കുകയാണ്. ഈ സുധാ ബേബിയുമായിട്ട് ഇയാളുടെ ബന്ധമെന്ന് പറയുന്നത് ഈ ഷാജിയുടെ സഹപ്രവർത്തകയായിരുന്നു, ഈ കോടതിയിലെ സഹപ്രവർത്തകയായിരുന്നു സുധാ ബേബി എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ മാതാവായിട്ടുള്ള അശ്വതി. ഈ സുധാ ബേബി വിവാഹമോചനത്തിന് ശേഷം ഈ മാതാവായിട്ടുള്ള അശ്വതിയുമായിട്ട് ഈ നമ്മുടെ എറണാകുളം ജില്ലയിലെ പൂത്തോട്ടയിലാണ് താമസിച്ചു വന്നിരുന്നത്. എന്നാലും ഇരുവരും തമ്മിൽ ആ അമ്മ വഴിയുള്ള പരിചയമുള്ള ഈ ഷാജിയുമായിട്ട് ഏകദേശം 20 വർഷത്തോളം നീണ്ട ഒരു സൗഹൃദം ഈ സ്ത്രീക്കുണ്ടായിരുന്നു. ഇവർ ഏകദേശം 3 മാസം കൂടുമ്പോൾ ഒരിക്കലെങ്കിലും ഇയാളുമായിട്ട് കാണാറുണ്ടായിരുന്നു. അതൊരു സാധാരണ ഒരു സൗഹൃദ ബന്ധം എന്നതിനപ്പുറത്തേക്ക് ഒരു വഴിവിട്ട ബന്ധമെന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഇവർ രണ്ടും തമ്മിലുള്ള ഒരു ബന്ധം. ഇയാൾ ഈ സ്ത്രീയെ ഇല്ലാതാക്കണമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് അത് മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകമായിരുന്നില്ല, മറിച്ച് പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൻ്റെ പേരിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഈ ദാരുണമായ ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച അർദ്ധരാത്രി 11 മണിയോടെ. ഇതിനു മുൻപ് തന്നെ ഈ സ്ത്രീ മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. ഇവർ ഷാജിയുമായിട്ടുള്ള ബന്ധത്തിൽ ഉലച്ചിലുണ്ടാവാനുള്ള കാരണം, ഇയാൾ കുടുംബമായിട്ട് ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്ന അതാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബം. ഇദ്ദേഹം ഈ ജോലി വിരമിച്ചതിന് ശേഷം ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിനിടയിൽ രണ്ടാമതൊരു ബന്ധമായിരുന്നു ഈ സ്ത്രീയുമായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ സ്ത്രീ ഈ ഷാജിയുടെ ജീവിതത്തിലേക്ക് ഇവരെ ഒപ്പം കൂട്ടണമെന്ന് നിരന്തരം ഇയാളോട് ആവശ്യം ഉന്നയിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഷാജി തൻ്റേത് മാത്രമാകുമെന്ന് ഇവർ കണക്ക് കൂട്ടിയിരുന്നു. പക്ഷേ ഇയാൾ ഈ കുടുംബത്തിൽ നിന്ന് വിട്ട് ഇവരെ സ്വീകരിക്കാൻ തയ്യാറായില്ല. അത് ഇരുവർക്കുമിടയിലുള്ള പ്രശ്നങ്ങൾ വഷളാക്കി. അങ്ങനെ ഈ സ്ത്രീ നിരന്തരം താൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന് ബന്ധുക്കളോടൊക്കെ വിളിച്ച് പറയാറുണ്ടായിരുന്നു. അതുപ്രകാരം ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 11:30 ഈ ഷാജിയെ കാണാനായിട്ട് ഇവർ കൊച്ചിയിലേക്ക് എത്തുന്നു. കൊച്ചിയിൽ ഇയാളുടെ കാറിൽ കയറി ഈ പ്രദേശത്തേക്ക്, ഈ വൈറ്റില മേൽപ്പാലം എന്ന് പറയുമ്പോൾ ഇടത്തെ സൈഡ് ചളിക്കവട്ടവും, നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ കളമശ്ശേരിയിൽ നിന്ന് പോകുമ്പോൾ ഇടത്തെ സൈഡിൽ ചളിക്കവട്ടവും വലത്തെ സൈഡിലാണ് പൊന്നുരുന്നി. ഈ പ്രദേശം ഷാജിയുടെ വീടിരിക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുമ്പോൾ ഈ ഒരു റെയിൽവേ മേൽപ്പാലത്തിന് അധികം ദൂരെയല്ലാതെയാണ്. അങ്ങനെ ഈ തിങ്കളാഴ്ച രാത്രി 11:30 കാറിൽ ഈ പ്രദേശത്തേക്ക് എത്തുന്ന ഇരുവരും റെയിൽവേ പാളത്തിലൂടെ അങ്ങോട്ടേക്ക് പോകുന്നു. അങ്ങോട്ടേക്ക് പോകുമ്പോഴും ഈ സ്ത്രീ നിരന്തരം ഇയാളെ പ്രകോപിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പ്രകോപനത്തിനൊടുവിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ വാങ്ങി ഈ സ്ത്രീ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അതിൽ പ്രകോപിതനായ ഷാജി ഇവരുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് മുഷ്ടി ചുരുട്ടി ഇവരുടെ മുഖത്ത് ആഞ്ഞ് അടിക്കുന്നുണ്ട്. ആഞ്ഞ് ഇടിച്ചിടിച്ച് ഇവർ നേരെ തെറിച്ച് പുറകിലുള്ള ഒരു പാറക്കല്ലിലേക്ക് തലയിടിച്ചാണ് വീഴുന്നത്. കാരണം റെയിൽവേ പാളമാണ്, നിരന്തരം കൂർത്ത പാറക്കല്ലുകൾ ധാരാളമുള്ള പ്രദേശമാണ്. അങ്ങനെ ഈ സ്ത്രീ നേരെ വന്ന് വീഴുന്നത് പാറക്കല്ലിലേക്കാണ്. ഈ പാറക്കല്ലിൽ വീണ് ബോധം നഷ്ടമാകുന്നു. അതോടൊപ്പം തന്നെ ഇവർ കരയുന്നുമുണ്ട്. സ്വബോധമല്ല, അർത്ഥബോധാവസ്ഥയാണ്. അപ്പം അങ്ങനെ ഇവർ കരയുന്നതിനിടയ്ക്ക് സമീപത്ത് തന്നെ കുറച്ച് യുവാക്കൾ അവിടെ നിൽക്കുന്നുണ്ട്. അവർ എന്തിനാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ആ ഒരു പ്രദേശം സാമൂഹിക വിരുദ്ധരുടെ താവളമാണ്. അപ്പോൾ എന്തിനാണ് അവരങ്ങോട്ടേക്ക് വന്നതെന്ന് നമുക്കും ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. അങ്ങനെ ഇവർ കേൾക്കുമെന്ന ഭീതിയിൽ ഷാജി ഈ സ്ത്രീയുടെ മുഖത്ത് കൈവച്ച് ശ്വാസം മുട്ടിക്കുന്നു. മുഖത്ത് ഒച്ചയുണ്ടാക്കാതിരിക്കാൻ ചെയ്യുന്നതാണ്, പക്ഷേ ശ്വാസം മുട്ടുന്നു. ഈ സ്ത്രീ അബോധാവസ്ഥയിലേക്ക് പോകുന്നു, മരണപ്പെടുന്നു. അതാണ് അവിടെ സംഭവിച്ചത്. അങ്ങനെ ഇയാളുടെ ഒരു ചിന്ത, ഇതൊരു ആത്മഹത്യ, കാരണം ഇവർ നിരന്തരം ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന ഒരു സ്ത്രീയാണ്. അങ്ങനെയുള്ള ഒരു സ്ത്രീ റെയിൽപ്പാളമാണ്, അപ്പോൾ ഇവിടെ മരണപ്പെട്ട് കിടന്നാൽ അത് ആത്മഹത്യയായിട്ട് മാറിയേക്കും എന്നൊരു ചിന്ത. കാരണം ഇയാൾക്ക് മുൻപ് ഇങ്ങനെയുള്ള ഒരു കുറ്റകൃത്യം ചെയ്ത് പരിചയമില്ല. അങ്ങനെ കുറ്റകൃത്യം ചെയ്ത് പരിചയമില്ലാത്തൊരാൾ പെട്ടെന്നൊരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ സാധാരണയായിട്ട് വെപ്രാളം ഉണ്ടാകാറുണ്ട്,
കൊണ്ട് ഒരു ഭീതി, ഒരു സമ്പൂർണ്ണമായിട്ട് ഒരു പൂർണ്ണത ആ ഒരു കൃത്യത്തിൽ ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ ഇയാൾ തിരഞ്ഞെടുത്തൊരു വഴിയെന്ന് പറഞ്ഞാൽ അവിടെ ട്രെയിൻ നിരന്തരം സഞ്ചരിക്കുന്നതാണ്. കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് വരുന്ന ട്രെയിനുകളെല്ലാം കടന്നു പോകുന്ന ഒരു പാതയാണ്, തിരക്കേറിയ റെയിൽപാതയാണ്. അപ്പോൾ ഈ പാതയിലെ റെയിൽപാളത്തിൽ ഇവരുടെ ശരീരം കിടത്തുക, അതുവഴി വരുന്ന ഏതെങ്കിലും ട്രെയിൻ തട്ടി ചിഹ്ന ഭിന്നമായി പോകുന്ന ശരീരം ഒരുപക്ഷെ ആത്മഹത്യ എന്നൊരു രീതിയിൽ പോലീസ് കേസ് അവസാനിപ്പിക്കുമെന്നൊരു കരുതലായിരുന്നു ഇയാൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇയാളുടെ കണക്കുകൂട്ടൽ തെറ്റിയത് ഇയാൾ കിടത്താൻ തിരഞ്ഞെടുത്ത റെയിൽപാളം എന്ന് പറയുന്നത് ആ വഴി ട്രെയിനുകൾ കടന്നു പോകാത്ത ഒരു പാളമായിരുന്നു. ഈ പാളം സഞ്ചാരയോഗ്യമല്ലെന്ന് മാത്രമല്ല ഇളകിക്കിടക്കുന്ന അവസ്ഥയിലുമാണ്. അങ്ങനെ ഇയാൾ അവിടെ കിടത്തി അയാൾ അവിടെ നിന്ന് മടങ്ങുന്നു. പിന്നെ ആണ് ഈ വഴി അമൃത എക്സ്പ്രസ് അന്നേ ദിവസം രാത്രി വെളുപ്പിനെ ഒരു 12:30 കൂടിയാണ് തിരുവനന്തപുരം ജംഗ്ഷനിൽ നിന്ന് രാമേശ്വരം വരെ പോകുന്ന ട്രെയിനാണ്. അപ്പോൾ അത് തൃപ്പൂണിത്തുറ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഡി ക്യാബിൻ അങ്ങനെ ഒരു റെയിൽവേയുടേതായ 2 സ്ഥലങ്ങളുണ്ട്. അതിനുശേഷമാണ് ഈ ടൗണിലേക്ക് എത്തിച്ചേരുന്നത്. അതിനു മുൻപ് ഈ വൈറ്റില റെയിൽവേ മേൽപ്പാളത്തിന് അടിയിലൂടെ പോകുന്ന അമൃത എക്സ്പ്രസ്സിലെ ലോക്കോ പൈലറ്റ് ഈ സ്ഥലത്തെത്തിയപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നു. ഇതിന് തൊട്ടടുത്ത റെയിൽവേ പാളത്തിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കിടക്കുന്നു. ഇദ്ദേഹം നേരെ ഈ വിവരം റെയിൽവേ കൺട്രോൾ റൂമിലേക്ക് അറിയിക്കുന്നു. റെയിൽവേ കൺട്രോൾ റൂമിൽ നിന്ന് ഈ വിവരം നേരെ മരട് പോലീസ് സ്റ്റേഷനാണ്. ഈ ഒരു പ്രദേശം വരുന്നത് മരട് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ്. അങ്ങനെ മരട് പോലീസ് സ്ഥലത്തെത്തുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച ഒരു യുവതിയുടെ മൃതദേഹമാണ്. ഇവരുടെ ദേഹത്ത് പരിക്കുകളുണ്ട്. ഇവരുടെ മൃതദേഹം കാണപ്പെട്ട സ്ഥലത്ത് നിന്ന് അധികം ദൂരെയില്ലാതെ ഒരു മൊബൈൽ ഫോണും സിം കാർഡ് ഉള്ള ഒരു മൊബൈൽ ഫോൺ കണ്ടെത്തുന്നു. അങ്ങനെയാണ് ഈ മരണപ്പെട്ട സ്ത്രീ ഈ കോട്ടയം ചിങ്ങവനം സ്വദേശിനിയായിട്ടുള്ള സുധാ ബേബി ആണെന്നുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തുന്നത്. അപ്പോൾ തന്നെ ഇതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു. ആ പ്രദേശത്ത് ചോരപ്പാടുകളുണ്ട്, സമീപത്തെ കല്ലുകളിലുണ്ട്, ട്രെയിൻ ഇടിച്ച് ഈ മൃതദേഹം വികൃതമായിട്ടില്ല, അങ്ങനെ പല കാരണങ്ങളുണ്ട്. അങ്ങനെ പോലീസ് ഇതിലേക്ക് ആരാണ് ഇത് ചെയ്തത് എന്നുള്ള അന്വേഷണത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ ഇവരുടെ ഫോണിൽ നിന്ന് തന്നെ ഈ ഷാജിയിലേക്ക് എത്താനുള്ള വഴികൾ പോലീസിന് തെളിഞ്ഞു കാട്ടുന്നു. അതുകൂടാതെ ഇവർ രണ്ടുപേരും കൂടി ആ ഒരു പ്രദേശത്തേക്ക് നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങളുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം ഷാജി തനിയെയാണ് തിരികെ മടങ്ങുന്നത്. അങ്ങനെ അത് നിർണായകമായ തെളിവായി ഈ ഷാജിയെ പിടികൂടുന്നത് നമ്മുടെ കാക്കനാട് നിന്നാണ്. കാക്കനാട് ഇദ്ദേഹം ഒളിവിൽ പോകാനായിട്ട് തയ്യാറെടുക്കുന്ന അവസരത്തിലാണ് ഏകദേശം കൊലപാതകം നടന്ന് 8 മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസിന് പ്രതിയിലേക്ക് എത്താൻ സാധിച്ചു എന്ന് പറയുന്നതാണ് ഈ കേസിലെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നമ്മൾ മുൻപ് പറഞ്ഞ പോലെ മുൻപ് ഒരു കൊലപാതകമോ കുറ്റകൃത്യമോ ചെയ്ത് പരിചയമില്ലാത്തൊരു ആൾ ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ മനഃപൂർവ്വമല്ല, ആസൂത്രണമോ ഇല്ലാതെയുള്ളൊരു കൊലപാതകമാണ്. പക്ഷേ തെളിവുകളെല്ലാം അവിടെ ബാക്കി വെച്ചാണ് ഇദ്ദേഹം ഒളിവിൽ പോകാൻ പദ്ധതിയിട്ടത്. അതും പെട്ടെന്നാണ് സാധാരണയായിട്ട് ഒളിവിൽ പോകേണ്ടത്. പക്ഷേ ഇദ്ദേഹം എറണാകുളം നഗരഹൃദയത്തിൽ തന്നെ കാക്കനാടാണ് ഒളിവിൽ പോയി ഇരിക്കാൻ തിരഞ്ഞെടുത്തത്. അങ്ങനെ പോലീസ് ഇദ്ദേഹത്തിലേക്ക് എത്തി അറസ്റ്റ് ചെയ്തു. ഇന്ന് രാവിലെ ഈ സ്ഥലത്തേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ വിവാഹിതരുമായിട്ട് ഉള്ള ബന്ധം, ഒരു കുടുംബമുള്ള ഒരാളുമായിട്ടുള്ള ഒരു ബന്ധം, സാധാരണയായിട്ട് സമാനമായ കേസുകൾ വരുമ്പോൾ ഇത്തരത്തിൽ ആരെങ്കിലും ഒരാൾ ഒരു ബന്ധം ഒഴിഞ്ഞ് ഇത്തരത്തിൽ തന്നെ സ്വീകരിക്കണമെന്ന നിലപാട് സ്വീകരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ളൊരു അതിബുദ്ധിയിലേക്ക്, കൊലപാതകം എന്നുള്ളൊരു കടുത്ത തീരുമാനത്തിലേക്ക് ഏതെങ്കിലും ഒരാൾ എത്തുന്നത്. ഒരുപക്ഷെ ഒരു സ്ത്രീ ആയിരിക്കും ഇയാളെ ഒരു മാനസിക സമ്മർദ്ദത്തിന് വിധേയമാക്കുന്നു. അങ്ങനെ ഇദ്ദേഹം ചെയ്തു കൂട്ടിയ ഒരു കടുത്ത തീരുമാനമായിരുന്നു ഈ യുവതിയുടെ കൊലപാതകം. എന്തായാലും എല്ലാ തെളിവുകളും അവശേഷിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൊലപാതകമാണ് അവിടെ സംഭവിച്ചത്. എന്തായാലും ശാസ്ത്രീയമായ തെളിവുകളുണ്ട്. ഇദ്ദേഹം കൊലപാതകം നടത്തുമ്പോൾ ധരിച്ചിരുന്ന ഷർട്ടടക്കം കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ശാസ്ത്രീയ തെളിവുകളും അതുപോലെ തന്നെ എല്ലാ തെളിവുകളോടുകൂടിയാണ് ഇയാളിപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിലെന്തെങ്കിലും നിഗൂഢമായ രഹസ്യങ്ങളുണ്ടോ എന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ വളരെ പ്രശംസ അറിയിക്കുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ വലയിലാക്കി കേരള പോലീസിന് ആശംസകൾ ഈ അവസരത്തിൽ നേരുകയാണ്.